വാർത്താസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം, സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ്, കോട്ടയം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അംഗവുമായ സജയ് ശശി, കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജയ്, അല്പസമയത്തിനകം സംസ്ഥാന സെക്രട്ടറി അംഗം ജയ്ക്ക് കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് ഡിവൈഎഫ്ഐയുടെ ഒരു ക്യാമ്പയിനെ സംബന്ധിച്ച് പറയാനാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി ഡിവൈഎഫ്ഐക്കുള്ള അഭിപ്രായം പങ്കുവയ്ക്കാനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള രാഷ്ട്രീയ പദ്ധതിക്കാണ് RSS രൂപം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതിയുടെ പുറത്തു വന്ന ശബ്ദരേഖയും മറ്റൊരു പ്രതിയായ ഇപ്പോൾ സസ്പെൻഡിലിരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥന്റെ കോടതിയിലെ ജാമ്യ ഹർജിയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലുപരി ശ്രീ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സ്പെഷ്യൽ കോടതി പുറപ്പെടുവിച്ച വിധിപ്പകർപ്പാണ്. സീൽഡ് കവറിൽ പലതും പല ഘട്ടങ്ങളിലായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചതിനു ശേഷം ശ്രീ ശിവശങ്കറിന്റെ ജാമ്യ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് എറണാകുളത്തെ സ്പെഷ്യൽ കോടതി വിധി പുറപ്പെടുവിച്ചു. ആ വിധി പകർപ്പ് നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കും. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ വിധിയിൽ 8ാമത്തെ പോയിന്റായി വളരെ കൃത്യമായി പറയുന്ന ഭാഗം ഇതാണ്. ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് അതിന്റെ മലയാള ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ED പറഞ്ഞത് ശിവശങ്കർ നൽകിയ മൊഴിയിൽ സ്വപ്നയുടെ ആവശ്യപ്രകാരം കസ്റ്റംസിനെ വിളിച്ചതായി സമ്മതിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ സീൽഡ് കവറിൽ സമർപ്പിച്ചതിലോ കേസ് രേഖകളിലോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനില്ല എന്ന് കോടതി പറയുന്നു. ഞങ്ങളുടെ ഉന്നയിക്കുന്നതിലെ പ്രസക്തമായ ഒരു ഭാഗം ആ വിധിന്യായത്തിന്റെ 6ാം പേജിൽ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട്. ഇവരുടെ മൊഴി, ഇതിലെ ഒരു പ്രതി സ്വപ്നയുടെ മൊഴി സ്വമേധയാ നൽകിയതാണോ സമ്മർദ്ദത്തെ തുടർന്ന് നൽകിയതാണോ എന്ന കാര്യം പരിശോധിക്കപ്പെടണം. ഈ വിധി വന്നതിന്റെ പിന്നാലെയാണ് ദ ക്യൂ എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന വിധം സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ, എന്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് NIA അന്വേഷിക്കാൻ കാരണമായത്? തീവ്രവാദ പ്രവർത്തനത്തിന് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടത്ത് നടത്തിയിരിക്കുന്നത്. അവിടെയാണ് UAP അട്രാക്ട് ചെയ്തത്. UAPയുടെ 16, 17, 18 വകുപ്പുകൾ ചേർത്തത്. അതിനുശേഷം ഇവരെയെല്ലാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. NIAയുടെ കേസന്വേഷണം പുരോഗമിക്കുന്നു. തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സ്വർണം കടത്തിയ കേസിലെ പ്രതികളാണ് സ്വപ്ന, സന്ദീപ് നായർ, സരിത്ത്, ഫൈസൽ ഫരീദ്, ഇങ്ങനെ നീണ്ടുപോകുന്ന പ്രതികൾ. നോക്കൂ, രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ, തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ഈ പ്രതികളോട് രാജ്യത്തെ ഒരു ഏജൻസി പോയി പറയാണ്, നിങ്ങളെ ഞങ്ങൾ മാപ്പു സാക്ഷിയാക്കി രക്ഷപ്പെടുത്തി തരാം.
ഒരാളെ മാപ്പുസാക്ഷിയാക്കി. അയാളുടെ 164 സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, എന്നാലും മാപ്പുസാക്ഷിയാക്കി. ഇതിലെ പ്രതിയുടെ ശബ്ദം പുറത്തു വന്നപ്പോ എന്താ പറയുന്നത്? എന്നെ ഫോഴ്സ് ചെയ്യുന്നു. എന്താണ്? മാപ്പുസാക്ഷിയാക്കാമെന്നാണ്, രക്ഷിക്കാമെന്നാണ്. ആരെയാ രക്ഷിക്കുന്നേ? ആരെയാണ് ഇഡി രക്ഷിക്കുന്നത്? ആരെയാണ് കേന്ദ്ര സർക്കാർ രക്ഷിക്കുന്നത്? തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി സ്വർണം കടത്തിയ, രാജ്യസുരക്ഷയെ അപകടകരമായ വിധം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ കേസിലെ പ്രതികളെ, ഈ പ്രതികൾ എന്ന് പറയുമ്പോൾ NIA പറയുന്നു പ്രതികളാണ്, ഇഡി പറയുന്നു പ്രതികളാണവർ, അതോടൊപ്പം കസ്റ്റംസ് പറയുന്നു പ്രതികളാണ്. 3 അന്വേഷണ ഏജൻസികളും പ്രതിസ്ഥാനത്ത് കൽപ്പിച്ചു വച്ചിരിക്കുന്ന പ്രതികളെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു കിട്ടണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ തരണം. ഞങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് നിങ്ങൾ നിന്നു തന്നാൽ യഥാർത്ഥ പ്രതികളായ നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചു തരാം. ഇത് രാജ്യം ചർച്ച ചെയ്യണ്ടേ? ഇത് ഗൗരവത്തോടെ കാണണ്ടേ? യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാമെന്ന് ഇഡി പറയുന്നു. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ആ പ്രതികളുടെ സഹായം തരുന്നു. ആ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ സഹായിച്ചാൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി സ്വർണം കടത്തിയ നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചു തന്നേക്കാം എന്ന് ഇഡി കരാറിലേർപ്പെടുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ അന്വേഷണ സംഘവും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ഇഡിയുടെ വിവരങ്ങൾ എവിടെയാണ് സുരേന്ദ്രന് കിട്ടുക? ഇഡി ഇന്ന് പറയുന്നത് സുരേന്ദ്രൻ ഇന്നലെ പറയും. സുരേന്ദ്രൻ പറയുന്നതിന്റെ പിന്നാലെ ഇഡി ഇത് ആവർത്തിക്കും. എന്ത് ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്? എന്ത് കരാറാണ് ഇവർ തമ്മിലുള്ളത്? BJPയുടെ ഒരു രാഷ്ട്രീയ ആയുധം മാത്രമായി ഇഡി തരം താണാൽ കേരളം അത് കയ്യിൽ കെട്ടി കണ്ടിരിക്കണം എന്ന് പറയാനാകില്ല. ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരണം. ഡിവൈഎഫ്ഐ അതിന് നേതൃത്വം കൊടുക്കും. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള സംഘടിതമായ ഈ നീക്കത്തിൽ ദൗർഭാഗ്യവശാൽ BJPക്കൊപ്പം UDFും ചേരുകയാണ്, കോൺഗ്രസും ചേരുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോ ഈ കൺസൈൻമെന്റ് വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഒരു BMS നേതാവ് അല്ലെങ്കിൽ BMS ബന്ധമുള്ള ഒരു നേതാവ്, RSS ബന്ധമുള്ള ഒരാൾ ഫോൺ ചെയ്തതായി ആദ്യം പറഞ്ഞു. അയാളെ മണിക്കൂറുകളോളം അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അയാളിപ്പോ എവിടെയാണ്? അനിൽ നമ്പ്യാർ ഇപ്പൊ എവിടെയാണ്? ഇപ്പോ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾ തന്നെ അനിൽ നമ്പ്യാരെ പ്രതിസ്ഥാനത്ത് കൽപ്പിക്കാൻ കഴിയുന്ന വിധമുള്ള വിവരങ്ങൾ, അനിൽ നമ്പ്യാർ ആരോപണ വിധേയമാകുന്ന വിവരങ്ങൾ പുറത്തുവിട്ടു. ഒരു മൊഴിപ്പകർപ്പാണ് പുറത്തുവിട്ടത്. ആ മൊഴി നമ്മൾ വായിച്ചതാണല്ലോ. ഒരു ഡിപ്ലോമാറ്റിക് പാക്കേജ് ആണെന്ന് പറയാൻ വേണ്ടി ഒരു കോൺസുലേറ്റ് ജനറലിന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കോൺസുലേറ്റ് ഓഫീസിന് ഒരു നയതന്ത്രജ്ഞനെ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോഴെവിടെയാണ് ഈ കേസിൽ? എവിടെയെങ്കിലും അയാളെ പ്രതികരിക്കുന്നുണ്ടോ? ആദ്യം ചോദ്യം ചെയ്ത ഈ പറഞ്ഞ RSS ബന്ധമുള്ള നേതാവിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥ സ്വർണ്ണക്കള്ളക്കടത്തിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിനും രക്ഷപ്പെടുത്തുന്ന പ്രതികൾക്ക് പ്രത്യുപകാരമായി സർക്കാരിനെ അട്ടിമറിക്കുന്നതിനാവശ്യമായ മൊഴി സമ്പാദിക്കുന്നതിനും ഇവിടെ ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നു. ഇതിനെതിരെ ശക്തമായ സമീപനം കേരളത്തിൽ ഉയർന്നു വരണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാറുള്ളത്. ഇപ്പോ അനീഷ് റായ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ, കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ നാഗ്പൂരിലേക്ക് നാടുന്നത് എന്തായിരുന്നു അതിന്റെ ആവശ്യമെന്ന്
മാധ്യമങ്ങൾ മൈക്ക് വെച്ചു ചോദിച്ചു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും സത്യമാണെന്ന് കോടതിക്ക് പോലും ബോധ്യമായിരുന്നു. ഈ കൺസൈൻമെന്റ് വിട്ടുകിട്ടാൻ ആരെങ്കിലും വിളിച്ചോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചോ? ഇങ്ങനെയായിരുന്നല്ലോ ആരോപണങ്ങളുടെ തുടക്കം. ഇതിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അവിടെയാണല്ലോ തുടങ്ങുന്നത്. അത് ശരിയാണോ? മാധ്യമങ്ങൾ ആരാണ്? ആ കസ്റ്റംസ് ഓഫീസർ പറഞ്ഞു, എന്നെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചു എന്ന് ഈ നിമിഷം വരെ തെളിയിക്കാൻ ഒരു ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ഉദ്യോഗസ്ഥനെ നാട് കടത്തി. എന്തായിരുന്നു എന്ന് പറഞ്ഞാരാകണം? അയാളുടെ സഹോദരൻ CPIM ആണ്. ഇതല്ലേ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഇപ്പോ പുതുതായിട്ട് EDയുടെ ജോയിന്റ് ഡയറക്ടർ പദവിയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ രാജസ്ഥാനിൽ നിന്ന്. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ വിവരങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? അദ്ദേഹം പ്രമുഖനായ ഒരു RSS BJP നേതാവിന്റെ മകൻ, RSS BJP രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ, BJPയുടെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. CBSEയുടെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് EDയുടെ തലവനെ ഡൽഹിയിൽ അസാധാരണമാവിധം 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കൊടുത്തു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇവിടുത്തെ പ്രതികളെ അതേസമയം തന്നെ ഇതേ അന്വേഷണ ഏജൻസി ഗ്രില്ല് ചെയ്യുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴികൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് BJPയോട് പറയാനുള്ളത്, ഈ ജനാധിപത്യ പോരാട്ടത്തിൽ ധൈര്യമുണ്ടോ നേർക്കുനേർന്നത് യുദ്ധം ചെയ്യാൻ? നിങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളോട് പറയുകയും നേർക്കുനേർന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമുണ്ടോ? തന്റെ ഇടമുണ്ടോ? ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ BJP എങ്ങനെയും കേരളത്തെ പിടിക്കണം, കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി EDയെ NDAയുടെ സഖ്യകക്ഷിയെ പോലെ ഇന്ന് കൊണ്ടു നടക്കാം. ED NDAയുടെ സഖ്യകക്ഷിയല്ല. EDയെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളതാണ്. NDAയുടെ സഖ്യകക്ഷിയുടെ പണിയല്ല ED ചെയ്യേണ്ടത്. നിയമാനുസൃതമായ അന്വേഷണമാണ് നടത്തേണ്ടത്. BJPയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കള്ളമൊഴി എഴുതി കൊടുക്കലല്ല EDയുടെ പണി. ഈ പണിയാണ് ED ചെയ്യുന്നതെങ്കിൽ അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് അന്വേഷണ സംഘത്തിലുള്ളവരെ BJPക്ക് വേണ്ടി പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്. ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഈ അന്വേഷണ സംഘത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തുടർന്നുള്ള അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ കോടതിയുടെ നിരീക്ഷണം ആവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്, സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ ക്രിമിനൽ നീക്കങ്ങൾക്ക് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ, നിയമവിരുദ്ധമായ ഒരു കാര്യമാണല്ലോ. സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കള്ളമൊഴി സമ്പാദിക്കുക. ഇതിന്റെ പിന്നിൽ ആരുടെയെല്ലാം രാഷ്ട്രീയ താല്പര്യമാണ് നടന്നത്? ഇത് സംബന്ധിച്ച്, ഈ അട്ടിമറി നീക്കത്തെ സംബന്ധിച്ച് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കങ്ങൾക്ക് വേണ്ടി കൃത്യമായി നടപടി സ്വീകരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്. NDAയുടെ സഖ്യകക്ഷി മാത്രമല്ല, BJPയുടെ RSSന്റെ ഒരു ഒളിപ്പോരാളിയായി ഇന്ന് ED മാറുന്നു എന്ന അഭിപ്രായം ഡിവൈഎഫ്ഐക്ക്. ഇത് കണ്ടു നിൽക്കാനാകില്ല. നമ്മുടെ ജനാധിപത്യ തത്വങ്ങൾക്കും ഭരണഘടനാ തത്വങ്ങൾക്കുമെല്ലാം വിരുദ്ധമായി ഈ നീക്കത്തിനെതിരെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെയും അതിന്റെ മുഖ്യമന്ത്രിയെയും അട്ടിമറിക്കുന്നതിന് നടന്ന ഈ നീക്കം ശക്തമായ ജനകീയ പ്രതിരോധം, രാഷ്ട്രീയ ഭേദമന്യേ ഉയർന്നു വരണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇത് ആദ്യ ദിവസം തന്നെ, ഇപ്പോൾ ഈ മൊഴി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ, ശിവശങ്കർ അറസ്റ്റിലായ ദിവസം തന്നെ ശിവശങ്കർ ഇത് കോടതിയിൽ പറയുന്നുണ്ട്. ആ കോടതിയുടെ പ്രൊസീഡിങ്സ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ശിവശങ്കരോട് കോടതി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ശിവശങ്കരൻ പറയുകയാണ്, EDക്ക് ചില അജണ്ടകളുണ്ട്.
ആ അജണ്ടയ്ക്കൊപ്പം ഞാൻ നിൽക്കാത്തത് കൊണ്ടാണ് എന്നെ പ്രതിയാക്കിയത്. അപ്പൊ ശിവശങ്കർ പ്രതിയാണെങ്കിൽ ശിവശങ്കറിനെ ശിക്ഷിക്കണം, യാതൊരു സംശയവുമില്ല. ഡിവൈഎഫ്ഐക്ക് ശിവശങ്കറിന്റെ വക്കാലത്തില്ല. പക്ഷെ അജണ്ട എന്താണ്? അന്നൊന്നും ഞങ്ങൾ കാര്യമായിട്ട് അതിനോട് പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ അജണ്ട എന്താണെന്ന് വ്യക്തമാവുകയാണ്. പ്രതികളെയല്ല വേണ്ടത്, മൊഴിയാണ് വേണ്ടത്. പ്രതികൾക്ക് വേണ്ടിയല്ല ഇന്ന് അന്വേഷണ ഏജൻസികൾ വട്ടം ചുറ്റുന്നത്, മറിച്ച് സർക്കാരിനെതിരായ മൊഴികൾക്ക് വേണ്ടിയാണ്. ഇത് അധാർമികമായ രാഷ്ട്രീയ നീക്കമാണെന്ന് ഡിവൈഎഫ്ഐ ആവർത്തിക്കുകയാണ്. ഇവിടെ വേറൊരു കാര്യം, ശ്രീ വി മുരളീധരൻ ഇപ്പോഴെവിടെയാണ്? അദ്ദേഹം പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല. ഈ വിധി ന്യായത്തിന് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ്. ഇപ്പോഴും അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? രണ്ടാമത്, മലയാള മനോരമ ടെലിവിഷൻ അദ്ദേഹം കൊടുത്തൊരു പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ അറ്റാഷെ എന്തിനാണ് കുറ്റാരോപിതനായി പറയുന്നത്? എന്ത് തെളിവുണ്ട് അദ്ദേഹത്തിനെതിരെ? അദ്ദേഹം നിരപരാധിയാണ് എന്ന് ഏകപക്ഷീയമായി കേന്ദ്ര സഹമന്ത്രി പറയുന്നത് കേട്ടു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ UAE ഗവൺമെന്റ് തന്നെ അറ്റാഷയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നുവെന്നും ആ കോൺസുലേറ്റിലെ മറ്റൊരു ജീവനക്കാരനെ ഇപ്പോൾ പ്രതി ചേർത്തുവെന്നും ഈ അറ്റാഷെ കുറ്റവിമുക്തനാണെന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയാണ്? അനിൽ നമ്പ്യാരെ കൊണ്ട് ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്ന് പറയാൻ ഈ വിവാദം ഉയരുന്നതിന് മുമ്പ് തന്നെ, ഈ കൺസൈൻമെന്റ് പിടിച്ചു വെച്ച സമയത്ത് തന്നെ ഇടപെടിപ്പിച്ചത് ശ്രീ വി മുരളീധരനാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിലപാടിൽ വി മുരളീധരൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഡിവൈഎഫ്ഐ ചോദിക്കുകയാണ്. ഇവിടെ ഈ കാര്യം മാത്രമല്ല, ഇതിന് സമാനമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ നീക്കം നടത്തുന്നത്. ത്രിപുരയിലെ അട്ടിമറിക്ക് ശേഷം അടുത്ത തങ്ങളുടെ ലക്ഷ്യം കേരളമാണെന്ന് RSS പ്രഖ്യാപിച്ചു. ഇപ്പോ ഇന്നലെ ഹിന്ദു ദിനപത്രത്തിലെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് NPRന്റെ ചോദ്യാവലി തയ്യാറായി എന്നാണ്. CAA-യുമായി തങ്ങൾ മുമ്പോട്ട് പോകും എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട്, BJP വക്താക്കൾ ആവർത്തിക്കുന്നു. CAA-ക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ച സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. തങ്ങളുടെ അജണ്ടകൾക്ക് എപ്പോഴും ബദലായി നിൽക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുക എന്നത് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ പ്രഖ്യാപിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, ആ ലക്ഷ്യം നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുക, സകല ഏജൻസികളെയും. ഈ പശ്ചാത്തലത്തിൽ ശക്തമായ യുവജന പ്രതിരോധം ഈ വിഷയത്തിൽ ഉയർത്തണം എന്നാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്. നവംബർ മാസം 25 നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് നവംബർ 25-ന് കേരളത്തിലെ മുഴുവൻ വാർഡ് കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ യുവജന പ്രതിരോധാഗ്നി തീർക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിന് കാവലാവുക, വലതുപക്ഷ അജണ്ട തിരിച്ചറിയുക എന്നതാണ് മുദ്രാവാക്യം. കേരളത്തിന് കാവലാവുക, വലതുപക്ഷ അജണ്ട തിരിച്ചറിയുക എന്നതാണ് മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം വെച്ച് ഡിവൈഎഫ്ഐ നവംബർ 25-ന് യുവജന പ്രതിരോധാഗ്നി കേരളത്തിലെ മുഴുവൻ വാർഡ് കേന്ദ്രങ്ങളിൽ ഉണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാവുകയാണ്. ഡിവൈഎഫ്ഐയുടെ മുഴുവൻ പ്രവർത്തകരും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. ഒട്ടനവധി ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതൃത്വത്തിലുള്ളവരുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ സജയ് ശശിയും അജിയും മത്സരിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികൾ ചെറുപ്പം സജീവമായി രംഗത്തുണ്ട്. ഡിവൈഎഫ്ഐ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പറയണം എന്ന് തോന്നുകയാണ്. അതിൽ ഏറ്റവും ഈ കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ നടത്തി വരുന്ന ശ്രദ്ധേയമായ ചില പ്രവർത്തനം, അതിൽ ഈ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്ന കാര്യം നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം. ഇന്നുവരെ കേരളത്തിലെ 455
മൃതശരീരങ്ങൾ അടക്കം ചെയ്തത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന്റെ നടുവിൽ മനുഷ്യരാശി പെട്ടു നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ കർമ്മോത്സുകമായി രംഗത്ത് നിൽക്കുന്നതിന്റെ തെളിവായി ഞങ്ങൾ അഭിമാനത്തോടെ ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുകയാണ്. 455 മൃതശരീരങ്ങളടക്കം ചെയ്ത് ഇന്നത്തെ ദിവസമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. അതിൽ വനിതാ വോളണ്ടിയർമാർ ഉൾപ്പെടെ പലയിടങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നത് വളരെ അഭിമാനത്തോടെ പറയും. രക്തദാനത്തിലൂടെയാണ് ഞങ്ങൾ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് പ്ലാസ്മ ഡൊണേഷനിലേക്ക്, പ്ലാസ്മ തെറാപ്പിക്ക് ആവശ്യമായ പ്ലാസ്മ ഡൊണേഷന് വേണ്ടി പോർട്ടൽ തന്നെ ആരംഭിച്ച് പ്ലാസ്മ ഡൊണേഷൻ ഇന്ന് സജീവമായി ഞങ്ങൾ നടന്നു വരുന്നു. സർക്കാരിന്റെ തന്നെ സന്നദ്ധം വോളണ്ടിയർ സേനയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മറ്റ് കോവിഡ് ആതുരാലയങ്ങളിലും സന്നദ്ധ പ്രവർത്തകരായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് വളരെ അർപ്പണബോധത്തോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ മത്സരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നിരവധി പേർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി എല്ലാം മത്സരിക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഈ പ്രവർത്തനം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ മത്സരിക്കാൻ നിൽക്കുമ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർ മത്സരിക്കുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഭാരമേറിയ ഉത്തരവാദിത്തങ്ങളും ദൗത്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയെല്ലാം ഇടപെടുമ്പോഴും ഈ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ തുടരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ വരും ദിവസങ്ങളിലും തുടരും എന്നുകൂടി ഞങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയുമാണ് അങ്ങോട്ട് പറയാനുള്ളത്. മുഖ്യമന്ത്രിയോട് അടുക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ ഏറ്റവും, അതായത് ശിവശങ്കരൻ കഴിഞ്ഞു, സ്വപ്നം കഴിഞ്ഞു, അടുത്തത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണോ? അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിരോധം പാർട്ടിയുടെ പ്രസിഡന്റ് ഡിവൈഎഫ്ഐ ഒരുക്കുന്നത്. മുഖ്യമന്ത്രിയോട് സ്വാഭാവികമായി അവർക്ക് അടുക്കാനൊന്നും കഴിയില്ല. മുഖ്യമന്ത്രിയിലേക്ക് അടുക്കാനുള്ള തെളിവ് തേടി അലയുകയാണ്. ആ തെളിവ് ആരിൽ നിന്ന് വാങ്ങും? വാങ്ങുന്നവർക്ക് വലിയ ഇനാം കൊടുക്കും. അതാണ് എത്ര ഗതികേടിലാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ആരെയാ രക്ഷിക്കാമെന്ന് പറയുന്നേ? നിങ്ങൾ ഇതാ ഇങ്ങനെ ഒരു മൊഴി തരും, നിങ്ങളെ മാപ്പുസാക്ഷിയാക്കി രക്ഷിക്കാമേ. ആരെയാ രക്ഷിക്കുന്നേ? തീവ്രവാദ പ്രവർത്തനത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ടീംസിനെ രക്ഷിക്കാന്ന് പറയുന്നത് ഒരു മൊഴി കിട്ടിയാൽ മതി. കേരളം ഇത് കാണണ്ടേ? ഗൗരവ സ്വഭാവത്തിൽ കേരളം ഇത് ചർച്ച ചെയ്യണം. ഈ അന്വേഷണ സംഘം നിയമാനുസൃതമായി ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്ന പണിയല്ലേ ചെയ്യേണ്ടത്? സർക്കാരിനെ അട്ടിമറിക്കുന്ന പണിയാണോ ചെയ്യേണ്ടത്? സർക്കാരിനെ അട്ടിമറിക്കുന്ന പണിയാണോ അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത്? ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയല്ലേ അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിക്കും ഓഫീസിനെതിരെ മൊഴിതായോ നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞു നടക്കലാണോ വേണ്ടത്? പക്ഷേ ഇതാരാ പറഞ്ഞത് ശ്രദ്ധിക്കണ്ടേ? ഇത് പറഞ്ഞതൊരു പ്രതിയാണ്. അവരുടെ വാക്ക് എത്ര വലിയ വിശ്വസനീയത കൊടുക്കണം? ആ പ്രതിയുടെ വാക്കുകളും ഒഴിയും വെച്ചിട്ടല്ലേ ഈ കേരളത്തിൽ ഇതുവരെ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തെളിവുകളും ഉണ്ടാവും. ഏത് തെളിവ്? ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളുണ്ട്. കസ്റ്റംസിന്റെയും ഒരു തെളിവില്ലാത്ത ഈ കോടതി വിധിയിൽ പറയുന്നു. അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയാ പറയുന്നത്. സ്വപ്നയുമായി ബന്ധപ്പെട്ട ഇല്ലല്ല, ഞാൻ പറയാം. നിങ്ങൾ ഇതിനകത്ത് അവരുടെ പേരിൽ തെളിവുണ്ട് എങ്കിൽ ആ തെളിവുള്ളയാളെ മാപ്പുസാക്ഷിയാക്കാം എന്നല്ലേ ഈ പറയുന്നേ? ഈ തെളിവുണ്ടെങ്കിൽ ആ തെളിവുള്ളയാളെ ശിക്ഷിക്കണമല്ലോ. ആരാണ് പറയുന്നത്? അവർക്ക് വേണ്ട തെളിവെന്താ? സ്വപ്നയല്ലേ പറയുന്നത്? അതേനെ, അതെന്താ കുഴപ്പം? സ്വപ്ന തന്നെ പറയുന്നത്. സ്വപ്നയോട് ചോദിച്ചൊരു കാര്യം സ്വപ്ന അല്ലാതെ പിന്നെ വേറെ ആരാ പറയുന്നത്? എന്നെ മാപ്പുസാക്ഷിയാക്കാന്ന് പറയുന്നത് സ്വപ്നയാണ് പറയുന്നത്. സ്വപ്നയോടല്ലേ? സ്വപ്നയിലും മാപ്പുസാക്ഷിയാക്കാൻ പറ്റില്ല, എന്നെ താങ്കളാക്കാൻ പറ്റില്ല. ഈ സ്വപ്നയുടെ വാക്കുകളെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും? കാരണം ഈ മുഖ്യമന്ത്രിയെ കൂടെ കേസിലേക്ക് വലിച്ചടിച്ചാൽ മാത്രമേ ഒരുപക്ഷെ സ്വപ്നയ്ക്ക് എന്തെങ്കിലും പ്രതിരോധം ലഭിക്കുമോ എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള തന്ത്രം വിചാരിച്ചത്. ഈ ചോദ്യം നിങ്ങളിപ്പോൾ ഉന്നയിക്കുകയാണല്ലോ. ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു തിരിച്ചു, മുഖ്യമന്ത്രിയുടെ പേര് പറയുകയും ഇഡി ആഗ്രഹിക്കുന്ന പ്രകാരം അവരെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്താൽ ഈ ആനുകൂല്യം അപ്പത്തിൽ അത് സ്വപ്ന പറഞ്ഞതാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ തരും. ഇവിടെ ഒരു പ്രശ്നം എന്തെന്നറിയാം, ഈ ഇടതുപക്ഷത്തിനെതിരായ എന്ത് കാര്യം വന്നാലും അതിന്റെ പ്രൊസീഡിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്.
ആ പറയുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി എന്താണെന്നൊക്കെ ചോദിക്കും. ആ പറയുന്നതിന്റെ ഉള്ളടക്കം ഗൗരവ സ്വഭാവം തെരഞ്ഞെടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ മിക്കവാറും കൂടെ എല്ലാ മാധ്യമങ്ങളും കൂടെ ഉണ്ടല്ലോ. ഡിവൈഎഫ്ഐക്ക് കടുത്ത വിമർശനം നിങ്ങളോടുണ്ട്. നിങ്ങളുടെ ആരുടെയും കയ്യിൽ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ ഇത്. കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ ക്യൂ എന്ന് പറയുന്ന ഒരു ജേണൽ ഇത് പുറത്തു വിട്ടത് കൊണ്ടല്ലേ കേരളം ചർച്ചയായത്. അതിന്റെ ഉള്ളടക്കം എന്തുകൊണ്ടാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്താത്തത്? ആ ഉള്ളടക്കത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് ചർച്ച വരാത്തത്? അത് ആര് പറഞ്ഞു എന്നതിനെ കുറിച്ചാണ്. ഇനി തിരിച്ച് ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന മൊഴികളുണ്ടല്ലോ, മൊഴികൾ ഓരോന്നായി ഓരോ ദിവസമായി ബ്രേക്കിംഗ് ന്യൂസിനുള്ള വിഭവങ്ങൾ ഈ കുറിപ്പ് പുറത്തോട്ട് വരികയാണല്ലോ, തുണ്ട് പുറത്തേക്ക് വരികയാണ്. അതിൽ ഈ സ്വപ്നയുടെ മൊഴികളെ തന്നെ ഇപ്പോൾ അവിശ്വസിക്കണ്ടേ എന്ന് ചോദിക്കുന്ന അതേ സ്വപ്നയുടെ മൊഴികൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വന്നാൽ അത് കേരളത്തിലെ വാർത്തയായി. അപ്പോൾ അത് പ്രതിയുടെ മൊഴിയാണ് എന്ന് ആനുകൂല്യം അപ്പോൾ കൊടുക്കും? കൊടുക്കില്ലല്ലോ. അങ്ങനെ പെരുമാറരുത് മാധ്യമങ്ങൾ. ഇവിടെയാണ് പറയുന്നത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ ധർമ്മമുണ്ട്, ഭരിക്കുന്ന പാർട്ടിക്കും ഗവൺമെന്റിനും ഗവൺമെന്റിന്റേതായ ധർമ്മമുണ്ട്, അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായ ധർമ്മമുണ്ട്. അതൊരു ധർമ്മമാണ്. ശരിയായ കുറ്റകൃത്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരലാണ് അവരുടെ പണി. വ്യാജ തെളിവുണ്ടാക്കലല്ല അവരുടെ പണി. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഈ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ മൊഴി ഇത് പറയുന്നത് ആരാ? ഞങ്ങൾ പറയുന്നത് മാത്രമല്ലല്ലോ. ഈ വിവാദങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഈ കോടതി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ജാമ്യം നിരസിക്കുന്നുവെങ്കിൽ കൂടിയും ഈ സ്വപ്നയുടെ മൊഴി അവർ തന്നെ കൊടുത്തതാണോ അതോ ഫാബ്രിക്കേറ്റ് ചെയ്ത മൊഴിയാണോ എന്ന് ആർക്കാ സംശയം തോന്നിയത്? ആദ്യം കേരളത്തിൽ ഞങ്ങൾക്കല്ല, കോടതിക്കാണ്. കോടതിക്കാണ് ഈ സംശയം തോന്നിയത്. ആ സംശയത്തിന്മേൽ അന്വേഷണം വേണ്ടേ? വേണമെന്നാണ് കോടതി ആവശ്യപ്പെടുന്നത്. കോടതി പറയുകയാണ് ഈ മൊഴി സ്വപ്നയുടെ ഈ പറയുന്ന മൊഴി എഴുതി ചേർത്തതാണോ അതെ സ്വമേധയെ അവർ തന്നെ തന്നതാണോ? അതിലൊരു സംശയമുണ്ട്. ആരാ പ്രകടിപ്പിച്ചത്? അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് കോടതിയാണ്. കോടതിക്ക് രാഷ്ട്രീയം. അപ്പൊ സ്പെഷ്യൽ കോടതിയുടെ ഈ വിധിന്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ്. പുറത്തു വന്ന ശബ്ദരേഖയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ശബ്ദരേഖ അതിന് ശേഷം അതൊരു കാര്യമാണല്ലോ. ഇതിനെ ശരിവെക്കുന്ന വിധമാണ് ശബ്ദരേഖ. ഇനി ഇതിന്റെ പുറകിലേക്ക് നോക്കിയാൽ ശിവശങ്കർ പറഞ്ഞല്ലോ ഒരു അജണ്ടയുണ്ട്. ശിവശങ്കർ അയാളുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് ചില പേരുകൾ പറയാൻ എന്നെ നിർബന്ധിക്കുന്നു. ഞാനിത് പറയാത്തത് കൊണ്ടാണ് എന്നെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. ഇതേ കാര്യം ഇതേ ശബ്ദം ഇതേ കോടതിയും പറയല്ലേ. അവിടെ കേരളം ജാഗ്രതയോടെ നിൽക്കണ്ടേ? ഈ ശിവശങ്കർ പേരുകൾ പറയാത്തത് കൊണ്ടല്ല പിടിച്ചകത്തിട്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് കോഴ വാങ്ങിച്ചു, 1 കോടി രൂപ ബാങ്കിൽ ഇരിക്കുന്നു. ഇക്കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് കൃത്യമായ വിവരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചാർട്ടേഡ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരം അതുകൊണ്ടും കൂടിയാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേരുകൾ പറയാത്തത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷനിൽ കൊടുത്താണ്. ഞാൻ ചോദിച്ചതല്ല, ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശം ഉണ്ടല്ലോ, ഇതിന്റെ ആധികാരികതയിൽ നിങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഒരു വകുപ്പായ ജയിൽ DGP തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആധികാരികതയിൽ സംശയമുണ്ട്. അത് എപ്പോഴും എവിടെ വെച്ച് ജയിലിൽ വെച്ചിട്ടല്ല എന്നുള്ള കാര്യം ജയിൽ DIG കഴിഞ്ഞ ദിവസം അവിടെ പോയി സംസാരിച്ചിട്ട് പറഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണത്. അതിന്റെ ആധികാരികതയെ കുറിച്ച് നോക്കാനുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ED തന്നെയാണ് റെക്കോർഡ് ചെയ്തതെന്ന് നിങ്ങൾ പറയാൻ കാരണം? ED തന്നെ റെക്കോർഡ് ചെയ്തു. EDക്ക് കൊടുത്ത മൊഴിയിൽ എല്ലാ രീതിയിലാണ് വന്നതെന്ന് പറയാൻ കാരണം എന്താ? ഇല്ലല്ല, ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോ ഇന്നലെ പകൽ നേരം മുഴുവൻ നിങ്ങൾ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞത് ഇത് മൊഴി ഈ ശബ്ദം തന്റേത് തന്നെ എന്ന് സ്വപ്ന സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ അതിനെ അധികരിച്ചാണ് തുടങ്ങിയത്. ഇന്ന് രാവിലെ പക്ഷെ അതല്ല എന്ന് പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. അതെന്തു ആയിക്കൊള്ളട്ടെ. രണ്ടാമത്തെ ഭാഗം താങ്കൾ പറഞ്ഞത് ഈ ശിവശങ്കരന്റെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് ഇതുകൊണ്ട് മാത്രമല്ല ആയിരിക്കാം, യാതൊരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞു ശിവശങ്കരൻ കുറ്റം ചെയ്തുവെങ്കിൽ ശിവശങ്കരനെ ചിന്തിച്ചോട്ടെ. ഇല്ലാത്ത മൊഴികൾ ഉണ്ടാക്കാൻ ശിവശങ്കരന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ശിവശങ്കരൻ ആക്ഷേപം ഉന്നയിക്കുന്നു. അത് ഈ കോടതി വിധി ശരിവെക്കുന്നു. ഇനി കോടതി മാത്രമാണല്ലോ ഈ സീൽഡ് കവറിൽ എന്തുണ്ടെന്ന് കണ്ടത്. ഞാനും താങ്കളും കണ്ടിട്ടില്ല. എനിക്കും താങ്കൾക്കും ഉള്ളതെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ മാത്രം. അപ്പൊ കണ്ടയാൾ പറയുന്നു, കോടതി പറയുന്നു ഇതിൽ ചില സംശയങ്ങളുണ്ട്, അന്വേഷിക്കണം. വെറുതെ കോടതി പറയില്ലല്ലോ.
അതിന്റെ പശ്ചാത്തലത്തിലാണ് തൊട്ടടുത്ത ദിവസം സ്വപ്നയുടെ ഈ ശബ്ദം പുറത്തു വരുന്നത്. ആ സ്വപ്നയുടെ ശബ്ദമാണോ, അത് എവിടെ നിന്ന് വന്നു, അതൊന്നും ഇവിടെ റിലവന്റ് അല്ല, അത് അന്വേഷിച്ചോട്ടെ. പക്ഷെ ആ പറഞ്ഞതിന്റെ ഉള്ളടക്കം ജനാധിപത്യ കേരളം ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രി CPM-ന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അട്ടിമറിക്കാൻ ഒരു കള്ളമൊഴി സമ്പാദിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? അതിൽ കേരളം എത്ര പ്രാധാന്യം കൊടുക്കണം? UDF, കോൺഗ്രസ് ഒരക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടുന്നില്ലല്ലോ. അവരാരുടെ പക്ഷത്താണ്? രാജ്യത്താകെ BJP അധികാരം പിടിച്ചെടുത്ത ഒരു പ്രത്യേക വഴിയിലൂടെയാണ്. അത് ED-യെയും കേന്ദ്ര ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഒരുപാട് പേരുടെ കാര്യം നമുക്കത് പറയാൻ കഴിയുമല്ലോ. ഹേമന്ത് ബിശ്വ ശർമ്മയുടെ കാര്യം, മുകുൾ റോയിയുടെ കാര്യം, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇവിടെ അതേ സ്ട്രാറ്റജി തന്നെയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അത് ഓരോ ദിവസം കഴിയുമ്പോൾ അത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിന്റെ ക്രെഡിബിലിറ്റി പൂർണ്ണമായി അവസാനിച്ചിട്ടുണ്ട്. അല്ല, ഇത് നേരത്തെ നമ്മുടെ മുന്നിൽ പല അനുഭവങ്ങളും ഇപ്പൊ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അവർ തന്നെ ഇവിടെ വരുന്ന ഈ സംഭവം അന്വേഷിക്കുന്ന ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകളാണ് ശിവശങ്കർ, അതുപോലെ തന്നെ സ്വപ്നയും. ഇങ്ങനെ രണ്ടുപേരും പ്രതികളായി. ഈ പ്രതികളായി ഇവർ ഏതൊക്കെ തരത്തിൽ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറല്ല. ഏറ്റവും ഒടുവിലാണ് വിജിലൻസ് അന്വേഷണം വന്നത്. അതിന് ഇത്രയും കാര്യങ്ങൾ ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും അവർ തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ ഇവരുടെ അന്വേഷണമാണ് ശരിയായ ദിശയിലാണെന്ന് ആവർത്തിക്കായിരുന്നു മുഖ്യമന്ത്രി. അവിടെ ഈ കാര്യങ്ങളെല്ലാം തൊട്ട് മുന്നിലുണ്ടായിട്ടും ഇങ്ങനെ അവരെ വിളിച്ചു വരുത്താണ്ടായ സാഹചര്യം, അതിന് ശരിക്കും പെട്ടുപോയ സർക്കാരല്ലേ? അങ്ങനെയല്ല, അങ്ങനെ കാണണ്ട. സർക്കാരിനുള്ളത് ഉത്തമ താല്പര്യം തന്നെയാണ്. NIA തന്നെ പറഞ്ഞു, സർക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ്. ആ ആവശ്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി നടക്കുന്ന ഈ അസാധാരണമായ സ്വർണ്ണക്കള്ളക്കടത്തിന് വ്യത്യസ്ത മാനങ്ങളുണ്ട്. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നമാണ്. ഇത് കേരള പോലീസ് അന്വേഷിക്കുന്ന പ്രശ്നമല്ല. യൂണിയൻ ടെറിട്ടറിയിൽ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ എയർപോർട്ട് വഴി നടന്ന സ്വർണ്ണക്കള്ളക്കടത്താണ്. അല്ലാതെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അധികാരവുമില്ല. അത് അന്വേഷിക്കണം. അതിന് സംസ്ഥാന സർക്കാർ നിയമാനുസൃതമായി ആത്മാർത്ഥതയോടെ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അവർ വന്നു, അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു, അവരന്വേഷിച്ചു. ആദ്യ ഘട്ടത്തിൽ തന്നെ ആരോപണത്തിന്റെ ഒരു നിഴൽ വീണ ഘട്ടത്തിൽ തന്നെ ശിവശങ്കരനെ മാറ്റി. ഒക്കെ സർക്കാർ നിയമാനുസൃതമായിട്ടുള്ള പ്രവർത്തിച്ചത്. ഞങ്ങളൊക്കെ തന്നെയും പ്രതികരിക്കുന്നത് നേരത്തെ എപ്പോഴെങ്കിലും ഈ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടോ? എപ്പോഴാണ് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്? അന്വേഷണം മാറി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ പണിക്ക് ഒളിപ്പോരിനിറങ്ങിയ നേരത്താണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നത്. അത് പറയേണ്ടത് രണ്ടല്ലേ? ഞങ്ങൾ ഇപ്പോഴും പറയുന്നതാ, ഞങ്ങൾ ഇപ്പോഴും ഡിവൈഎഫ്ഐ ഡിമാൻഡ് ചെയ്യുന്നതാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കരുത്, അന്വേഷണം അട്ടിമറിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇതിലെ പ്രതികളെ ഞങ്ങൾ വെറുതെ വിടാന്നാ പറയുന്നേ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ, സ്വർണ്ണം കടത്തിയ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം. ഈ ഓഫറുമായല്ലേ നടക്കുന്നേ. ഇനി ഒരു കാര്യം നോക്കൂ, ഇത് ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ മുമ്പിൽ മറ്റൊരു ഫാക്ട് നോക്കൂ. UAPA കേസ് രാജ്യത്തോട് കുറ്റാണ്. 100 ദിവസത്തിനകം ജാമ്യം കിട്ടിയ NIA കേസിൽ ജാമ്യം കിട്ടിയ വേറെ 7 പ്രതികൾ രാജ്യത്തുണ്ട്. കാണിക്കാം. ഈ പറയുന്ന ഇവരെ കോഫി പ്രസയിലാണ് ലോകത്തിൽ നിൽക്കുന്നത്. മുഴുവൻ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ലേ? അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ തെളിവല്ലേ? തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി സ്വർണം കടത്തിയ സംഘത്തെ നിരുപാധികം തുറന്നു വിടുകയല്ലേ ഇവർ? കസ്റ്റംസ് കേസിൽ മുഴുവൻ പേർക്ക് ജാമ്യം കിട്ടുക. ഇനി ഇതിൽ ഒരാളുടെ കോഫി പ്രസ ചുമത്തുന്നതിന് ആവശ്യമായ ഒരു രേഖ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടല്ലോ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം, ഡൽഹിയിലെ എന്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താം. ആ ഡൽഹിയിലെ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിച്ചോ? യഥാർത്ഥ പട്ടികളെ ഞാൻ ഗവൺമെന്റിന്റെ ഉദ്ദേശം, ഗവൺമെന്റ് ലക്ഷ്യം ഈ അന്വേഷണ ഏജൻസികളെ ക്ഷണിക്കുമ്പോൾ യഥാവിധി അന്വേഷണം നടത്തുകയും രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കണമെന്നതുമായിരുന്നു. അല്ല, ഇത്തരം ബ്ലാക്ക് റെക്കോർഡുകളുള്ള ഇവരെ അത്തരത്തിൽ വിശ്വാസത്തിലെടുത്ത് തെറ്റായി പോയിരുന്നില്ലെന്ന് ചോദ്യം. കാരണം നേരത്തെ ഈ പറഞ്ഞ പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ അന്വേഷണം നടത്തി അവിടെയെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ഈ അന്വേഷണ സംഘത്തിനെ ഇത്രയും വിശ്വാസത്തിലെടുത്തത് അല്ലെങ്കിൽ ചതിയായി പോയില്ലേ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. നിയമാനുസൃതമായി ഈ ഏജൻസികൾക്ക് മാത്രമേ ഇതൊക്കെ അന്വേഷിക്കാൻ കഴിയൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായി തെറ്റാണെന്ന അഭിപ്രായം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയോ നിങ്ങളീ പരാമർശിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളോ പറഞ്ഞിട്ടില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകെ കുഴപ്പമാണ്, അതിനെ തൊടാൻ പാടില്ല. അങ്ങനെയല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സമീപനത്തെ ആശ്രയിച്ചാണ്. ഇപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ ചായവോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഓൺ മെറിറ്റിൽ അതിനെ തുറന്നു തീർക്കും, നിയമപരമായി നേരിടും. ഇപ്പോൾ സി ബി ഐ കേസുകൾ അന്വേഷിക്കേണ്ടതാണ് ഒരു അന്വേഷണ ഏജൻസി നിലയിൽ. പക്ഷേ സി ബി ഐ ഭരണഘടനാ വിരുദ്ധമായി നീങ്ങിയാൽ ആ മെറിറ്റിൽ, ആ വിഷയത്തിന്റെ മെറിറ്റിൽ ഞങ്ങൾ അതിനെ എതിർക്കും. ഇപ്പോ LDF സർക്കാർ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൺസെന്റ് ഇല്ലാതെ ഇവർ കയറി വന്നു, ബാക്ക് ഡോർ വഴി. അത് തെറ്റുന്ന നിയമപരമായ സ്റ്റാൻഡ് ഗവൺമെന്റ് എടുത്തു. അത് ശരിയാണെന്ന് സുപ്രീം കോടതിയുടെ പുതിയ ശരിവെക്കല്ലേ. അപ്പൊ ഒരു വിഷയത്തിന്റെ മെറിറ്റിലാണ് നിലപാട് സ്വീകരിക്കുക. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? അന്വേഷണ സംഘം അന്വേഷിക്കുക. അവർക്ക് ഇനിയും അന്വേഷിക്കാമല്ലോ. അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി രാഷ്ട്രീയ പണിയാണ്. ഇത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് തെരുവിലിറങ്ങി BJPക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകണം. ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്നല്ലോ പറയുന്നത്. ഈ രാഷ്ട്രീയ പണിയാണ് നിങ്ങൾ തിരിച്ചും ഇപ്പം ഇബ്രാഹിമിന്റെ പലാരിയുടെ കേസിൽ കുറെ ദിവസമായി പ്രതി ചേർത്തിട്ട് ഈ അടുത്തിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു അറസ്റ്റിലേക്ക് കിടക്കുന്നത് അല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിനകത്ത് പ്രതികരിക്കാം, അദ്ദേഹത്തിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്യാതെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അതിനകത്ത് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണല്ലോ പാലം വിള്ളൽ വീണ സമയത്ത് തന്നെ പോയി അറസ്റ്റ് ചെയ്യാത്തത്. ഇപ്പൊ വിള്ളൽ വീണു, ഇപ്പോഴത് പൊളിച്ചു, എത്രയോ കാലം പൊളിച്ചു. ഇപ്പോ ഇയാൾ തന്നെ, നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് തന്നെ അദ്ദേഹത്തിന് പ്രതി ചേർക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പ്രോസിക്യൂഷൻ അനുമതി നേടി, അനുമതി കൊടുത്തു. ഒരുപാട് നാളുകളെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ധൃതിയും കാണിച്ചത്, ഗവൺമെന്റ് ഒരു ധൃതിയും കാണിച്ചത് DYFIക്ക് അഭിപ്രായമില്ല. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അറസ്റ്റ് വൈകിപ്പോക്കുന്നു, അറസ്റ്റ് ചെയ്യാതിരുന്നതിൽ തെറ്റുണ്ട് എന്നായിരുന്നു പൊതുജനങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് DYFI നിലപാടെടുത്തത്. കേരളം കാത്തിരുന്ന അറസ്റ്റാണ്. പക്ഷേ സോളാർ കേസിലെ പ്രതിയുടെ പരാതി 4 വർഷത്തോളം ഒന്നും ചെയ്തില്ല, അനങ്ങാതിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വീണ്ടും പതിയെ മൊഴിയെടുത്ത് മറ്റു കാര്യങ്ങൾ 4 വർഷം ആ കേസിൽ എന്തും ചെയ്യാതെ എന്താണ് അവസാന സ്റ്റേജിലേക്ക് അതിലേക്ക് കാത്തിരിക്കുന്നത്? അതായത് ഇപ്പോ ലിസ്റ്റ് എഴുതി കൊടുത്ത് ആളെ പ്രതിയേർക്കുന്ന സമീപനം LDF ഗവൺമെന്റ് ഉണ്ട് എന്ന് DYFI കരുതുന്നില്ല. നിങ്ങളീ പരാമർശിച്ച സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി തന്നെ നിയമിച്ച കമ്മീഷൻ കുറെ പരാമർശങ്ങൾ നടത്തി. ആ കമ്മീഷൻ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് ആണ് വിവിധ സ്ഥലങ്ങളിലായി കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ അന്വേഷണം പുരോഗതി പ്രാപിക്കുകയാണ്. പറയട്ടെ, അന്വേഷണ സംഘത്തിനിടയിൽ ഇപ്പോൾ ഇവരാരെയെങ്കിലും ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ഇനി കുറെ നാൾ കഴിഞ്ഞിട്ടാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്യണോ? ഇനി മുമ്പേ അറസ്റ്റ് ചെയ്യണമായിരുന്നു? ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയല്ലേ? അല്ല, അതാണ് ഒരു തിടുക്കം. ചില കാര്യങ്ങളിൽ വലിയ തിടുക്കം, ചില കാര്യങ്ങളിൽ വെല്ലപ്പൊക്കെ. ഇപ്പം സോളാർ പ്രതിയുടെ പരാതി കിട്ടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അല്ല, വർഷങ്ങളല്ല, തെളിവ് സമാഹരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റൊന്നും ആയിട്ടില്ല. ഇപ്പൊ കേസിനൊരു വേഗത കൈവന്നിരിക്കുന്നു. അവിടെയാണ് അവർക്ക് കേസ് സംബന്ധിച്ച് വേഗത കൈവന്നതല്ല, ഇപ്പോഴാണ് വാർത്തകൾ വരുന്നത്. കേസ് അവിടെ പറഞ്ഞിട്ട് കേസ് അവിടെ ഉണ്ടല്ലോ, കേസ് അവിടെ ഉണ്ട്, കേസ് എവിടെയും പോയിട്ടില്ല. അല്ല, അങ്ങനെയൊക്കെയാണ് കേസ് അന്വേഷിക്കുന്നത്. കേരളത്തിലൊരു യുവതി പരാതി കൊടുത്താൽ, ഒരു സ്ത്രീ പരാതി കൊടുത്താൽ 4 വർഷം കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞൊക്കെയാണ് അന്വേഷിക്കുന്നത് നോർമലി. അങ്ങനെയല്ല, 3.5 വർഷം നിങ്ങൾ പറയുന്നത് പ്രകാരമാണെങ്കിലും ഇപ്പോഴേ അന്വേഷണം തുടങ്ങിയുള്ളൂ. അന്ന് പരാതി കിട്ടി, ഇപ്പോഴാണ്. അങ്ങനെയല്ല, അന്ന് അന്വേഷണം ഉണ്ട്. പിന്നെ അന്വേഷണം വന്നു, ആ കമ്മീഷന്റെ കണ്ടെത്തലിൽ ഒന്നാണ് FIRകൾ വന്നു. ആ FIR പറയുന്നത് പ്രകാരമുള്ള ഇവരുടെ മൊഴിയെടുക്കണം, ഇതിന്റെ മറ്റു തെളിവുകൾ സമാഹരിക്കണം. ഒരു വഴിയുണ്ടല്ലോ, ആ വഴി ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ടതുമാണ്. അതുകൊണ്ട് അതിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഫാബ്രിക്കേഷൻ സാധ്യമാകുന്ന കാര്യമില്ല. എന്താണ് അന്വേഷണ ഏജൻസി ഈ കാലയളവിലൂടെ നീളം ചെയ്തത്? അറസ്റ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഓരോന്നും വിശദീകരിക്കാൻ പരാതിക്കാരി തന്നെ ഒന്നും ചെയ്തിട്ടില്ല. പരാതിക്കാരി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഉണ്ടാവില്ലല്ലോ. ഈ പ്രതികൾക്ക് അത് വെച്ചിട്ട് കോടതി പോയാൽ പോലെ. കുറെ നാളൊന്നും ചെയ്ത് അവരോട് കോടതി പോകാൻ പോലെ. ഇതിനെ അങ്ങനെയാണെങ്കിൽ അവര് കോടതി പോയാൽ പോലെ. ഇതിലെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നവർ കോടതിയിൽ പോയാൽ പോലെ. എന്തേ പോയില്ല? ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ നീങ്ങുന്ന നീക്കത്തെ കുറിച്ച് വേറൊന്ന് പറയാം. ഇപ്പൊ ഖമറുദ്ദീന്റെ കാര്യം, ഖമറുദ്ദീന്റെ കാര്യത്തിൽ FIR കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തു ഇല്ലല്ലോ. തെളിവുകൾ വരട്ടെ. അന്വേഷണ സംഘം ഒന്നിലധികം IPS ഓഫീസർമാരാണ് അത് അന്വേഷിക്കുന്നത്. ആ കേസ് അന്വേഷിക്കുന്നത് അതിന്റെ അറസ്റ്റിന്റെ ഒരു ഗ്രൗണ്ട് കിട്ടി, അറസ്റ്റിലേക്ക് എത്തുന്ന ഉറപ്പായപ്പോൾ അറസ്റ്റ് ചെയ്തു. സുരേന്ദ്രൻ പറയുന്നതാണ് അന്വേഷണ സംഘം അതിനെ പിന്തുടർന്നുകൊണ്ടാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി വിജയരാഘവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ കൂടുതൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതാക്കൾ അകത്തേക്ക് പോകാൻ തൊട്ട് പിന്നാലെ അടുത്താണ്. അതും ഒരേ സ്വരമായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ 2 പേർക്ക് ഒരേ സ്വരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടോ?
പറയാം, രണ്ടും ഒരേ കാര്യമല്ല പറഞ്ഞത്. ശ്രീ വിജയരാഘവൻ പറഞ്ഞത് 1 ഡസനിലധികം MLA മാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അതെല്ലാം ശരിയായി അന്വേഷിച്ചാൽ അവരൊക്കെ ജയിലിൽ പോയിട്ട് വരുമെന്നാണ്. അതൊരു റിയാലിറ്റി അല്ലേ. ഇപ്പൊ സോളാർ കേസ് ഈ കാലഘട്ടത്തിലാണ് കൊടുത്താണോ? എന്താണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത്രയും നാൾ ആരോപിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളെന്തേ ഇതുവരെ പിടിച്ചില്ല? നിങ്ങൾ ഇത് പറഞ്ഞ അധികാരത്തിൽ വന്നവരല്ലേ, എന്തായി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പിടിച്ചപ്പോ പിടിച്ചത് കുഴപ്പമായി, ഇതുവരെ പിടിക്കാതിരുന്നപ്പോ അതായിരുന്നു കുഴപ്പം. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് തന്നെ, എനിക്ക് തോന്നുന്നു മനോരമ ചാനലിൽ തന്നെ വന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചുണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതായിരുന്നു വെല്ലുവിളി. ഇപ്പൊ അറസ്റ്റ് ചെയ്തപ്പോ അതേ ഇരവാദമായി. ഇതൊക്കെ എന്താണ് യാഥാർത്ഥ്യം? പാലാരിവട്ടം പാലത്തിന് 39 കോടി രൂപ 49 കോടി രൂപ അറബിക്കടലിൽ കിടക്കാണ്. അത് റിയാലിറ്റി ആണല്ലോ. അദ്ദേഹം നേരത്തെ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? സോറി, അദ്ദേഹം നേരത്തെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അറസ്റ്റുകൾ ഉണ്ടാകും, അറസ്റ്റുകൾ ഉണ്ടാകുമെന്നല്ല, സോറി, അറസ്റ്റുകൾ ഉണ്ടാകുമെന്നല്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹത്തെ പറഞ്ഞത് 1 ഡസനിലേറെ MLA മാർക്കെതിരെ VS ശിവകുമാറിനെതിരെ കേസുണ്ട്. സ്വാഭാവികല്ലേ. KM ഷാജിക്കെതിരെ കേസുണ്ട്. ഒന്നാമത്തെ FIR ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വിജിലൻസ് കോടതി തന്നെ രണ്ടാമതൊരു FIR പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസിനോട് പറഞ്ഞു. ഇതെല്ലാം അറിയാവുന്ന സഖാവ് വിജയരാഘവൻ ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ചാൽ ഈ MLA മാരെല്ലാം പോകും. ഈ അഴിമതിക്കെതിരെ ഒരു ഓട്ടെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവരൊക്കെ അഴിമതിക്കാരാണെന്ന് പരാമർശിക്കുന്ന ഭാഗത്തായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. ശിവകുമാറും ഷാജിയൊക്കെ അടുത്ത ദിവസം അറിയില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളല്ല അന്വേഷിക്കുന്നത്. എവിടെയാണ് അന്വേഷിക്കുന്നില്ല. ശിവകുമാറിനെതിരെ കേസുള്ളത് അറിയാം. ശിവകുമാറിനെതിരെ കേസ് ഉണ്ടെന്ന് മാത്രമല്ല, ഇതൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ലൈവിലേക്ക് വരുന്നത്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത് കരുതരുത്. അന്വേഷണം അതിന്റെ ശരിയായ വഴിക്ക് നടക്കുന്നു. ഇപ്പോ ശിവകുമാറിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി ഗവർണർ പോയില്ലേ, നമ്മളന്ന് വാർത്തയാക്കി. ശരി, ഇപ്പോൾ വാർത്തയല്ല എന്ന് പറഞ്ഞ് ബാക്കി നടപടികൾ നടക്കാതിരിക്കുന്നില്ല. ആ നടപടികൾ നടക്കുന്നുണ്ട്. അതൊരു ഘട്ടത്തിൽ അത് പുറത്തു വരും. അപ്പോഴത് വാർത്തയാകും. ഇപ്പോഴതാ പെട്ടെന്ന് വന്നല്ല. അതിങ്ങനെ ഒരു തുടർച്ചയിൽ സംഭവിക്കുന്ന കാര്യം. കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട് ബിനീഷ് കോടിയേരിക്കെതിരെ. അതിനും സമാനമായ ഒരു ഇടപെടൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടുന്നത്. അങ്ങനെ ഒരു സംശയം ഡിവൈഎഫ്ഐക്കുണ്ട്. അതോ ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൽ മാത്രമാണോ ആ ഒരു നിലപാട്? അക്കാര്യത്തിൽ ഡിവൈഎഫ്ഐക്ക് ഒരു സംശയമില്ല. അതൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ഏജൻസികൾ ഇതുമായിട്ട് കൂട്ടിക്കെട്ടാതെ ശ്രമങ്ങൾ നടക്കും. സ്വർണ്ണക്കടത്തിന് ഈ പൈസ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ സമയത്ത് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യാനുള്ള ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് ഈ ഒരുപാട് വ്യക്തികൾക്കെതിരെ ഒരുപാട് കേസുകളിൽ രാജ്യത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനോടൊക്കെ നമുക്ക് പ്രതികരിക്കാനാകുന്നത് ഇത് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേസിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി കള്ളവഴി സമ്പാദിക്കാൻ നടക്കാണ്. അതാണ് പ്രശ്നം. ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോൾ UDF ഒരുപാട് അഴിമതി കേസിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട കമറുദ്ദീനായിക്കോട്ടെ, പാലാരിവട്ടം കേസ് ആയിക്കോട്ടെ, ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളല്ല. അന്ന് ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങളുടെ അന്വേഷണത്തിലെ അറസ്റ്റുകളൊക്കെ ഇത്ര 4.5 വർഷമായിട്ടും എന്തുകൊണ്ട് നടക്കുന്നില്ല? പറയാം. അത് സംബന്ധിച്ച് വിജിലൻസാണ് വ്യക്തമാക്കേണ്ടത്. വിജിലൻസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ UDFന്റെ കാലത്ത് വെച്ച് അളക്കരുത്. UDFന്റെ കാലത്താണെങ്കിൽ ഒരു കേസ് വരുന്നു, ആ കേസുമായി ബന്ധപ്പെട്ട് ആളുകളെ വെറുതെ അങ്ങ് പ്രതി ചേർക്കുന്നു, ലിസ്റ്റ് എഴുതി കൊടുക്കുന്നു, അത് വാർത്തയായി സെൻസേഷനായി ഇവിടെ പോകുന്നു. ഇതങ്ങനെയല്ല ഒരു രീതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിലൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇക്കാര്യത്തിൽ വളരെ കാര്യമായി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. തെറ്റു ചെയ്യാത്ത ആരെയും ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്ന രീതി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. 4 വർഷമായിട്ട് എന്തുകൊണ്ട് നീളുന്നതിനെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികളാണ് പറയേണ്ടത്. അത് ഓരോ കേസും അതിന്റെ ഓരോ ഘട്ടം കടന്നു വരും. അത് അറസ്റ്റ് വരും. അറസ്റ്റ് വരേണ്ട സമയത്ത് അറസ്റ്റ് വരും. ചിലപ്പോൾ അറസ്റ്റ് തന്നെ ഇല്ലാതെ പ്രതി ചേർത്ത് കോടതിയിൽ കൊടുക്കേണ്ടതായിരിക്കും. ചിലപ്പോൾ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇപ്പൊ ടൈറ്റാനിയം കേസ്, ഇതേ കാര്യം തിരിച്ചുകൊണ്ടല്ലോ. ടൈറ്റാനിയം കേസ് എത്ര വർഷമായി? പക്ഷെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ വിജിലൻസ് പറഞ്ഞു ഇനി അന്വേഷിക്കേണ്ടത് ഞങ്ങളല്ല, CBIയുടെ സഹായം വേണം. CBIയുടെ സഹായം തരും.
CBI നിരസിച്ചു, വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ കേസും അതിന്റെ മെറിറ്റിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. സാധാരണക്കാർക്ക് സംശയം വരുന്നത് പലപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ ആരോപണങ്ങൾ സമരങ്ങൾ നടത്തുകയും എന്നാൽ അധികാരത്തിലെത്തുമ്പോൾ ആ കേസ് ഒന്നും ശരിയായി നടപ്പിലാകുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ അഭിപ്രായം ഡിബേറ്റിലേക്കില്ല. ഇല്ല എന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഒട്ടനവധി കേസുകൾ ഇപ്പൊ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന സോളാർ കേസേ ഇല്ലെന്നല്ലേ, സോളാറിൽ കേസേ ഇല്ലെന്നല്ലേ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. കേസുണ്ടല്ലോ അവിടെ, കേസുണ്ട്. ഇപ്പൊ കേസ് ഏത് ഘട്ടത്തിലാണ് അന്വേഷിക്കുന്നത്, ഏത് ഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നതെല്ലാം അന്വേഷണ ഏജൻസികളാണ് തീരുമാനിക്കുന്നത്. അവർക്ക് വിട്ടുകൊടുക്കുന്നതാണ്. ഈ സ്വപ്ന സുരേഷിന്റെ ആയിട്ട് രണ്ടാമത്തെ ശബ്ദ സന്ദേശം ആദ്യം ജൂലൈ വന്നിരുന്നു. അന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ കുടുംബം ആത്മഹത്യയുടെ വക്കീലാണ്, കൂടാതെ അന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ടൈം ശരിക്കും ഇത് PR ഏജൻസിയുടെ ഇതുപോലെ ആസൂത്രിതമാണോ എന്ന് സംശയം ഉണ്ടായിക്കൂടെ? ഇതിനകത്ത് അവരുടെ ശബ്ദം അവരുടെ പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിച്ചു. ഞങ്ങൾ പറയുന്നത് അന്വേഷിക്കണമെന്നാ പറഞ്ഞത്, അന്വേഷിക്കണമെന്നാ പറഞ്ഞത്. ഈ പ്രതിപക്ഷങ്ങളുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഈ ഇതിന്റെ പിന്നിൽ CPM കൂടാതെയാവുന്നത് അന്വേഷിക്കണം, അതുൾപ്പെടെ അന്വേഷിക്കണം. ആ വീഡിയോയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചാണ് അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. CPM കൂടാതെയാണ് അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ്. അപ്പോൾ ഈ ശബ്ദരേഖ ഈ ഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ CPM ഗുണം ചെയ്തിരിക്കുന്നത്. ഈ CPM ഗുണം ചെയ്തത് കാണരുത്. ഇത് CPIഎമ്മിന്റെ പ്രശ്നമല്ല പ്രിയപ്പെട്ട സുഹൃത്ത്, ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. ഇത് കേരളത്തിന്റെ പ്രശ്നമല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, അത് ആരും ആയിക്കോളും. കേരളത്തിന്റെ മുഖ്യമന്ത്രികൾ തെറ്റു ചെയ്താൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രോസിക്യൂഷൻ നീങ്ങണം, ശരിയാണ്, നടപടികൾ ഉണ്ടാകും. ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ പോകണം. ചെയ്യാത്ത തെറ്റ് അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ മൊഴിയായി ശേഖരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്, നിയമവിരുദ്ധ പ്രവർത്തനമാണത്. നിയമാനുസൃതം അന്വേഷിക്കേണ്ട ഒരു ഏജൻസി നിയമവിരുദ്ധമായി ഈ ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമായി നടക്കുന്നത് തെറ്റല്ലേ? അവരങ്ങനെ നടക്കാൻ പാടുണ്ടോ? ഞങ്ങൾ പറയുന്ന അന്വേഷിക്കണമെന്ന് ഞങ്ങളല്ല, കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. സമഗ്രമായ അന്വേഷണം വേണം ഈ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച്. ഇത് വേറെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ജേർണലിസ്റ്റ് UP സിദ്ദിഖ് കാപ്പൻ 1.5 മാസമായിട്ട് കരുതലാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കൈവരിക്കാൻ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അല്ല, നിരപരാധികളായ ആളുകളെ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെയൊക്കെ പിടിച്ച് ജയിലിൽ വെക്കുകയും വിചാരണ കൂടാതെ അവരെ തടവിൽ വെക്കുകയും ചെയ്യുന്നത് തെറ്റായ പ്രവണത എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം. അതാരുടെ കാര്യത്തിലായാലും അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദമാണ് ഉയർന്നു വരുന്നത്. ഞാനിവിടെ നിങ്ങളോടൊരു വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ. എന്തുകൊണ്ട് ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രൈം ടൈം ചർച്ചയാകുന്നില്ല? RSSനെ പേടിച്ചിട്ടാണ്, ആവുകയുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകൻ അകത്ത് കിടക്കുന്നതിനെ കുറിച്ചല്ലേ. നിങ്ങളുടെ 2 മാധ്യമ സ്ഥാപനങ്ങൾ, ഒന്ന് ഏഷ്യാനെറ്റ്, ഒന്ന് മീഡിയ 2 അടച്ചുപൂട്ടിയില്ല. കേരളത്തിലെ ഒരു ചാനൽ ചർച്ച ചെയ്തു. ഈ 2 സ്ഥാപനങ്ങൾ പൂട്ടിയത് ഇന്ത്യയിലെ അസാധാരണമായ നടപടിയായി, ചരിത്രത്തില്ല. അന്ന് രാത്രിയിൽ ഏഷ്യാനെറ്റിനോട് ഒരുപാട് വിയോജിപ്പ് അപ്പോഴും ഇപ്പോഴും മുൻപും ഞങ്ങൾക്ക്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാനും ഉൾപ്പെടെ അന്ന് രാത്രിയിൽ ആ സ്ഥാപനത്തിൽ ചെന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അടച്ചിട്ട സ്ഥാപനം. ഞാൻ ചോദിക്കുന്നു, ആ ഐക്യദാർഢ്യം എന്തുകൊണ്ടാണ് മറ്റു മാധ്യമ സ്ഥാപനങ്ങൾക്ക് കിട്ടാത്തത്? പ്രവർത്തകർക്കൊന്നാണല്ല. ഒരു സ്ഥാപനത്തിലും താങ്കളെ നാളെ നരേന്ദ്രമോദി പിടിച്ച് അകത്തിട്ടാലും വേറൊരു പത്രത്തിന് വാർത്ത വരാൻ പോകും. താങ്കളുടെ പത്രത്തിൽ തന്നെ വന്നാൽ വലിയ ഭാഗ്യം.